ഹായ് ഗായ്സ്, ഈബുൾ ജെറ്റ് അതാണ് നമ്മുടെ വിഷയം. എബിൻ ആൻഡ് ലിബിൻ നമ്മുടെ ഈബുൾ ജെറ്റ് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല, 1 2 3 4 കാരണം എനിക്ക് കറക്റ്റ് അറിയാം. കാരണം ഞാൻ അവരെ വീഡിയോസ് കറക്റ്റ് ഇരുന്ന് കാണുന്ന ആളാണ്. തുടക്കം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഇന്ന് അതിനെ പറ്റിയല്ല പറഞ്ഞത്. അവരൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 3 ദിവസമായി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അച്ചാറ് ബിസിനസ് തുടങ്ങി എയറിൽ കയറിയ കഥയാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുന്ന ഗുലുമാൽ, നമ്മുടെ പഴയ റാഞ്ച് റവർ സ്പീക്കിങ്ങിൽ നിന്നുള്ള പടത്തിലുള്ള അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, 2 ഏട്ടനും അനിയന്മാരും 2 സഹോദരങ്ങൾ ചേർന്ന് ഒരു ഇറച്ചി അച്ചാറ് ഉണ്ടാക്കിയ കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഭയങ്കര വൈറലായിരിക്കണം അവർ എയറിൽ കയറി. കാരണം വേറെ ഒന്നുമല്ല, വൃത്തി പറഞ്ഞ സംഭവം അവർക്കില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2 3 റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ടെസ്റ്റർ നോക്കി നമ്മുടെ പീസ് പൊടിഞ്ഞിട്ടില്ല, നമ്മുടെ പീസ് പൊടിയാത്ത ടെസ്റ്റർ നോക്കിയേ. ഇതിന്റെ അകത്ത് ഗ്രേവിയിലും കൂടുതൽ പീസാട്ടോ. നോക്കിയേ, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എണ്ണയല്ല സൺഫ്ലവർ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, ഇത്ര സാധനം. ഗൈസ് കണ്ടിട്ട് കൊതിയാവണം. എന്താല്ലേ അടിപൊളി അച്ചാർ. ബാക്കി കൂടി കാണാം നമുക്ക്. നോക്കൂ, കഴിഞ്ഞ ഒരു ദിവസമല്ല, ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിട്ടു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ബാധ്യമുള്ളതാണ് അല്ലേ? നോക്കൂ, അതിന് മുമ്പ് 2 3 കാര്യങ്ങൾ പറയാം. അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ. ഇതിന്റെ അകത്തോട്ട് നോക്കിയോ, ഫുൾ കഷ്ണങ്ങളാണ്. പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ മേലുണ്ട്. കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്ര വെച്ചാൽ. ഇത് ഫുൾ പീസാട്ടോ, കഷ്ണം മാത്രമേ ഉള്ളൂ, ഗ്രേവി വളരെ കുറവാണ്. ഇനി വേറെ സംഭവം, ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇത് ഇതിന്റെ ഉള്ളിലുണ്ടാവും. കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടാലും ഈ സാധനം ലീക്ക് ആവില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതും വരെ. ഇനി അതേപോലെ ഇത് സാമ്പിളിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. അത് കൂടാതെ ഈ അച്ചാറ് ഇവിടെ നിന്ന് എടുക്കാം, ചെറുതെടുക്കാം കേട്ടോ. അതായത് ഈ കാണുന്നത് ഇതുണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്, ഇത് ലീക്ക് ആയിരിക്കാൻ വേണ്ടിയുള്ള. അങ്ങനെ 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ അച്ചാറും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് 400 ഗ്രാമിന്റെ അച്ചാറും, പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാറ് 900 ഗ്രാമിന്റെ അച്ചാറും. അതെ, ഈ കാണുന്നത് 900 ഗ്രാമിന്റെ അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യം. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം ചെറിയൊരു സൗജന്യം. ഞങ്ങൾ ഇതിൽ തൂക്കം നോക്കിയില്ല, കാരണം ഇത് ഞങ്ങൾ ഇതിലോട്ട് കൊടുക്കുന്നത് 100 120 ഗ്രാം ഉണ്ട് ഈ സംഭവം. അപ്പം ഈ കാണുന്ന വലിയ ബോട്ടിൽ മേടിക്കുമ്പോൾ ഇത് 2, പിന്നെ അതേപോലെ ഇതുമാണ് നമ്മുടെ അച്ചാർ. അപ്പൊ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അത്ര കുറേയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് 90 കിലോ ചിക്കനാണ് ഇട്ടത്. അതിട്ട് ലാസ്റ്റ് ഇത്രയും കുപ്പിയാണ് നമുക്ക് ഈ കുപ്പികൾ മാത്രം. ഒരിക്കലും ഞങ്ങൾ 90 കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരത്തോടുകൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതും ഹൈക്കോടതിയാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത്. അതെ, അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതെല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തരുന്ന ആദ്യ സപ്പോർട്ട്, ഞങ്ങളുടെ സംരംഭത്തിന് നിങ്ങൾ തരുന്ന ഒരു വലിയ സപ്പോർട്ടായിരിക്കും ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത്. നോക്കൂ, അതായത് ഈ കാണുന്ന 900 ഗ്രാം ഈ അച്ചാറും അതുപോലെ തന്നെ ഈ അച്ചാറും മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. വിളിക്കരുത്. കാരണം വെച്ചാൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാവർക്കും കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് അഡ്രസ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വാട്സപ്പില് ഞങ്ങൾ ഈ അച്ചാറിന് വേണ്ടി കോൺടാക്ട് ചെയ്യണം. ഞാനും വെയിറ്റ് ചെയ്യണം. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില. 1200 രൂപ അടിപൊളി. ഈ കാണുന്ന നാരങ്ങ അച്ചാർ അല്ല, ഇപ്പൊ ഞാൻ ചിന്തിക്കാണ്,
എല്ലാം ഇതിലെ ഇറച്ചി അച്ചാറിനല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടാ? കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് കൂടി പോയി റേറ്റ് അല്ലേ? എന്തായാലും ഓരോ പ്രൊഡക്റ്റ് അല്ലേ, ഓർക്ക് റേറ്റ് തീരുമാനിക്കുക. ബാക്കി വീടിയും കൂടി ഒന്ന് കാണാം, എവിടേക്കത് എത്തണമെന്ന് നോക്കാലാ. ഇനി ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമാൻ. അതായത് ഇത് നമ്മള് പിന്നെ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ്. പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്നത്, നേരത്തെ കണ്ട സെയിം സംഭവം. ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ്. ഇതാണ് വെളുത്തുള്ളി, ഞങ്ങൾ എല്ലാവരും ട്രൗസർ കയറിയ പരിപാടിയാണ്. ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഇതാണ് ഗ്രീൻ ചില്ലി. ഇനി അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള്. അവിടെ നിക്കട്ടെ ഒന്നും കൂടി ബാക്ക് ചെയ്ത് നമുക്ക് കാണാം. ചില്ലി. ഇനി അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള്. ഇത് കണ്ടില്ല, ഈ മഞ്ഞളിലാണ് അവര് കുടുങ്ങിയിരിക്കണത്. ഈ മഞ്ഞളില് എന്തോ കൈ വെച്ചതല്ല, പട്ടിയുടെ കാല് പോലെ. ശരിക്കൊരു പട്ടിയുടെ കാല് പോലെ തന്നെ ഉണ്ട്. ഇതും ഒരു എയറിൽ കയറി ഗൈസ്, നന്നായിട്ട് എയറിൽ കയറി ഗൈസ്. ഇപ്പം ഇതിനെ പറ്റിയുള്ള ഒരു എന്താണ് റീപ്ലൊന്നും അവർ ഇതുവരെക്കും കൊടുത്തിട്ടില്ല. ഈ ഒരു എയറിൽ കയറിയതൊക്കെ അവർ അറിയാതിരിക്കൊന്നുമില്ലല്ലോ, റീപ്ലൊന്നും കൊടുത്തില്ല. അവരവരെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതെന്താന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരക്കണത്. കണ്ടിട്ടൊരു പട്ടിയുടെ മാതിരി തന്നെ ഉണ്ട്. അപ്പം ഇതാണ് മെയിൻ വിഷയം. പിന്നെയുണ്ട് ഒരുപാട്, ഞാൻ ഒന്നും വീഡിയോ ആയിട്ട് ഇനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ അപ്പനാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്, ഷെഫായിട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹോമിലൊക്കെ വീട്ടിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ ഒരു രംഗത്തിൽ ബാഗിൽ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ജസ്റ്റ് ഒന്ന് ഈ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ. ഈ അച്ഛനാണ് ആ സാധനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമന്റ് ഉണ്ട് അവരെ വീഡിയോസിൽ കണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ പിന്നെ ഇവര് എബിന് ഒരു അച്ചാറ് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു നക്കല് ഒരു കൊട്ടല് നേരെ അതിലേക്ക് തന്നെ കൊട്ടല്, അതൊരു വീഡിയോ. അതൊരു രംഗം. പിന്നെ അടുത്ത രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീഡിയോസിലൊക്കെ ഭയങ്കര ഹായ് ഗായ്സ് ഹായ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുക. ഭയങ്കര ശബ്ദമില്ല, അങ്ങനെ തന്നെ വേണം, അത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംസാരം അവരെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കണത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ആ ഏരിയയിലാണ് ഇവർ പോയി സംസാരിക്കണത്. അപ്പം കമൻസിലൊക്കെ ഉണ്ട് ഒരു കുടം തുപ്പലം തെറിച്ച് തുപ്പൽ പോയി. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, തുപ്പൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതും ഒരു വൃത്തിഹീനമായിട്ടാണ് വ്യൂവേഴ്സ് കാണുന്നത്. പിന്നെന്താ ഗ്ലൗ ഒന്നും ഇട്ടില്ല, ചിക്കനൊക്കെ കൈയോടൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈജീൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അവർ എയർ കയറിയിരിക്കണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു റീപ്ലൈ ആയിട്ടൊക്കെ ഒരു വീഡിയോ അവർ ചെയ്യണമായിരുന്നു, പക്ഷെ അവരത് അവോയ്ഡ് ചെയ്തു. പിന്നെ അവർ അതിന് ശേഷം പിറ്റേന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മള് അച്ചാറ് ഇട്ടത് ഫുൾ തീർന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് അച്ചാർ ഇട്ടു. ആദ്യത്തെ ബാച്ച് ഫുള്ള് കൊറിയറും ചെയ്തു. ഇവരെ അച്ചാറൊക്കെ ഫുള്ള് ഇട്ടതൊക്കെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ ബാച്ചാണ് തുടങ്ങിയിട്ടുള്ളത്, ഫുൾ കൊറിയർ ചെയ്തെന്ന് പറഞ്ഞത്. ഇതൊക്കെ ശരിയായിരിക്കും അല്ലേ. ഏതായാലും നമ്മളെ വീട് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എബിനും ലിബിനും നമുക്ക് യാതൊരു ശത്രുതയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 യൂട്യൂബേഴ്സാണ് അവർ. അവരുടെ ഫ്രണ്ട്ഷിപ്പും ഒരു സഹോദരങ്ങൾ എന്നുള്ള നമ്മൾ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏട്ടൻ അനിയൻ എന്നുള്ള ആ ഒരു വൈബല്ല അവർ. ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് തന്നെയാണ് ആ വീഡിയോകളൊക്കെ അവർ ഇത്രയും ഉയർന്ന നിലയിലൊക്കെ എത്താൻ കാരണം. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലതും നല്ലതാണെന്നും അല്ലാത്തല്ലാന്ന് തന്നെയല്ലേ പറയേണ്ടത്. അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുമ്പോൾ അവരൊരു വീഡിയോ ആയിട്ട് വരണമായിരുന്നു. എന്തിനും ഏതിനും വീഡിയോസ് ചെയ്യുന്നവരാണ് ഓരോ നല്ല യൂട്യൂബേഴ്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ വരണമായിരുന്നു. അല്ല ഇനിയിപ്പോൾ ഇനി ഊതി പെരുപ്പിക്കണ്ട, ഇത് അവിടെ തീർന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എന്തോ അറിയില്ല. ഏതായാലും അച്ചാർ ഉണ്ടാക്കിയിട്ട് ഏറി കയറി അവർ. ഓക്കെ.